Hi, hello, welcome to Master Key Academy. I am Tikku Stephen from Master Key Academy. നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പ്രായപരിധി കഴിഞ്ഞവർ അല്ലെ 36 വയസ്സ് കഴിഞ്ഞവരും അതുപോലെ തന്നെ OBC-യിലും SC/ST വിഭാഗത്തിലും എല്ലാം നിങ്ങളുടെ അതാത് പ്രായപരിധി കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അല്ലെ? പ്രായപരിധി PSC കൂട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് എന്തെല്ലാമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ PSCയുടെ പ്രായപരിധി ഇൻക്രീസ് ചെയ്തപ്പോൾ 4 വർഷം മാറ്റിയപ്പോഴത്തേക്കും വർധനവ് വന്നിരിക്കുന്നത് ഏകദേശം 15 ലക്ഷം അപേക്ഷകരാണ്. ടോട്ടൽ അപേക്ഷകരിൽ ഇൻക്രീസ് വന്നിരിക്കുന്ന എത്ര പേരാണ്? 15 ലക്ഷം അപേക്ഷകരാണ് വർദ്ധിച്ചിരിക്കുന്നത് അല്ലെ? ഇപ്പം വിജ്ഞാപനം എന്ന് വെച്ചാൽ ഈ 15 ലക്ഷം അപേക്ഷകർക്കും ഏത് നോട്ടിഫിക്കേഷൻ തൊട്ടാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്? ഫെബ്രുവരി 27 വന്ന നോട്ടിഫിക്കേഷൻ മുതൽ, വിജ്ഞാപനം മുതൽ അവർക്ക് എന്ത് ചെയ്യാം? പുതിയ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട പ്രായപരിധി പറയാണ്. ജനറൽ അറിയാലോ 40 വയസ്സ്, OBC 43, SC/ST 45 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇനി PSCയുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫെബ്രുവരി 27 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എന്താണ് പ്രൊഫൈല് കൃത്യമായിട്ടുണ്ടായിരിക്കണം അല്ലേ? പ്രൊഫൈല് ഇപ്പം പ്രായപരിധി കഴിഞ്ഞവർ ഒരുപക്ഷെ PSCയുടെ പ്രൊഫൈലും കാര്യങ്ങളും ഒന്നും മൈൻഡ് ചെയ്യാതെ അതൊക്കെ പോയവരായാം. യൂസർ ID ഓർമ്മ കാണത്തില്ല, ചിലപ്പോൾ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ്, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യരുത്. പുതിയ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ അത് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്കിനി ജോലി പോലും കിട്ടാതെ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. പുതിയ പ്രൊഫൈൽ ആരും എന്ത് ചെയ്യരുത്? ക്രിയേറ്റ് ചെയ്യരുത്. അത് PSCയുടെ നിയമന നിരോധന ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കുറ്റമാണ്. എന്ത്? ഈ ഓൾറെഡി പ്രൊഫൈൽ ഉള്ളവർ, നേരത്തെ എക്സാം എഴുതിക്കൊണ്ടിരുന്നവർ PSCയുടെ പ്രൊഫൈലിൽ പുതിയ പ്രൊഫൈൽ എന്ത് ചെയ്യാൻ പാടില്ല? ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അത് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലേ? ഇപ്പം എല്ലാവരും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും, മറന്നു പോയിട്ടുള്ളവരെല്ലാവരും കയറിയിട്ട് പുതിയ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അത് തെറ്റാണ്. അത് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന പ്രായപരിധിയുടെ ഇളവ് പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. നിങ്ങൾക്ക് ആ ഇളവ് കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അത് വരും. അതുകൊണ്ട് ആരും പുതിയ പ്രൊഫൈൽ എന്ത് ചെയ്യരുത്? ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ച മൊബൈൽ നമ്പർ അല്ലെ, വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ച മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, ഉണ്ടോ? വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ച മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പ്രൊഫൈല് സിമ്പിളായിട്ട് വീണ്ടെടുക്കാം. ആ വീണ്ടെടുക്കാനുള്ള വഴികളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആ രജിസ്റ്റേർഡ് നമ്പർ, നിങ്ങൾ പ്രൊഫൈലിൽ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരുന്ന നിങ്ങളുടെ ആ മൊബൈൽ നമ്പർ ഉള്ളവർ, ഇല്ലാത്തവർക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ആ മൊബൈൽ നമ്പർ ഉള്ളവരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ്? ഇതാണ്ട് ഈ 3 നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ? നിങ്ങൾക്ക് യൂസർ ID അറിയത്തില്ല, പാസ്വേഡും അറിയത്തില്ല എന്ന് കരുതുക. അപ്പോൾ നമ്പർ ശ്രദ്ധിക്കുക. 166 166 51969 അല്ലെ, 51969 9223166166 കണ്ടോ? 92 23 16 61 66 എന്നീ 3 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് യൂസർ ID വേണ്ടവരാണെങ്കിൽ ഇതാണ് മെസ്സേജ് അയക്കേണ്ടത്. എന്താണ്? KL space USR കണ്ടോ? ഈ 3 നമ്പറിലേക്ക് നിങ്ങളുടെ ആ രജിസ്ട്രേർഡ് മൊബൈലിൽ നിന്നും ഇങ്ങനൊരു മെസ്സേജ് അയച്ചാൽ മതി. KL USR. ഈ മെസ്സേജ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ യൂസർ ID SMS ആയിട്ട് ലഭിക്കുന്നതാണ്.
കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസർ ഐ ഡി കിട്ടി. യൂസർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പാസ്വേഡ് അല്ലെ, പാസ്വേഡ് വേണം. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ നമ്പറിൽ ഏതെങ്കിലും നമ്പറിലേക്ക് എന്താണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കേണ്ട മെസ്സേജാണ് KL സ്പേസ് USR സ്പേസ് RST. കണ്ടോ, KL സ്പേസ് USR സ്പേസ് RST സ്പേസ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ സന്ദേശമായിട്ട് ലഭിച്ചിരിക്കുന്ന യൂസർ ഐ ഡി, ആ യൂസർ ഐ ഡി എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി, ഇതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക. അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐ ഡിയും പാസ്വേഡും ലഭിച്ചു. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി പറയുന്ന എന്താണ് നോട്ടിഫിക്കേഷൻസിനെ എല്ലാം എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി ഇത് മൊബൈൽ നമ്പർ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയവർ ഒരുപാട് പേരാണ്. 15 ലക്ഷം പേരിൽ ഉറപ്പായിട്ടും കുറഞ്ഞത് ഒരു 5 ലക്ഷം പേരെങ്കിലും മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുള്ളവർ എന്ത് ചെയ്യും അല്ലേ? മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുള്ളവർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇത്രയും കാര്യമുള്ളൂ. ഈ പുതിയ മൊബൈൽ നമ്പർ, നിങ്ങളുടെ കൈവശമുള്ള പുതിയ മൊബൈൽ നമ്പറുമായിട്ട് അതാത് ജില്ലാ PSC ഓഫീസിലേക്ക് ചെല്ലുക. മനസ്സിലായില്ലേ? മൊബൈൽ നമ്പർ മാത്രം പോരാ, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കണ്ടോ, അതിൻ്റെ ഒറിജിനൽ വേണം. ആധാറാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൈവശം വയ്ക്കുക. ഇതിൻ്റെ എല്ലാം അസൽ രേഖകളുമായിട്ട് നിങ്ങൾ PSC ഓഫീസിലേക്ക് ചെല്ലുക. PSC ഓഫീസിലേക്ക് ചെന്നിട്ട് നിങ്ങൾ പുതിയ മൊബൈൽ നമ്പർ അവിടെ നൽകുകയും OTP സംവിധാനത്തിലൂടെ കണ്ടോ, PSC ഓഫീസിലെ ഉദ്യോഗസ്ഥർ OTP സംവിധാനത്തിലൂടെ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഈ പഴയ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന രീതിയിലൂടെ തന്നെ പുതിയ മൊബൈൽ നമ്പറിൽ നിന്നും യൂസർ ഐ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക, പാസ്വേഡ് വേണ്ടിയിട്ടും മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പുതിയ ഐ ഡി, പുതിയ അതുപോലെ തന്നെ പാസ്വേഡ് ലഭിക്കുന്നതാണ്. മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതാത് PSC ഓഫീസിൽ ചെല്ലുകയും അവിടെ PSC ഉദ്യോഗസ്ഥർ വൺ ടൈം അല്ലേ OTP സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഈ പുതിയ മൊബൈൽ നമ്പർ അവർ രജിസ്റ്റർ ചെയ്യുകയും അതുവഴി നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡും വീണ്ടെടുക്കേണ്ടതുമാണ്. മനസ്സിലായല്ലോ പറഞ്ഞേ? ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ PSCയുടെ സൈറ്റിൽ എന്ത് ചെയ്യുക? അപ്ലോഡ് ചെയ്യുക. എന്തെല്ലാം ഉണ്ടോ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ നിങ്ങളുടെ പ്രായപരിധി കഴിഞ്ഞതിന് ശേഷം കിട്ടിയതായിരിക്കും, ഒരു കുഴപ്പമില്ല. അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ PSCയുടെ നമ്മുടെ ഹോം പേജിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എല്ലാം എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഫോട്ടോ കൊടുക്കുന്നത് അത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഫോട്ടോയും കൂടെ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഇനി പ്രായപരിധി സേനകളിലും അധ്യാപക നിയമനങ്ങൾക്കും ബാധകമായിട്ടുണ്ട്. നമ്മൾ ജനറൽ PSCയുടെ കാര്യം മാത്രമാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ദാ ഇപ്പോൾ പറയുന്നു എന്താണ്? പ്രായപരിധി കൃത്യമായിട്ട് സേനകളിലും അധ്യാപക നിയമനങ്ങൾക്കും എന്തായി? ബാധകമായിട്ടുണ്ട് അല്ലെ? യൂണിഫോം പോസ്റ്റിനാണെങ്കിൽ ശ്രദ്ധിക്കുക, മുൻ പ്രായപരിധി എത്ര ആയിരുന്നു? 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ആയിരുന്നു മുൻ പ്രായപരിധി അല്ലെ? ഇപ്പോൾ അത് എന്തായി മാറി? ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെയും എന്തായി? പ്രായപരിധി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇനി ഒട്ടും താമസിക്കേണ്ട, യൂണിഫോം പോസ്റ്റിന്റെ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഇത്രയും പ്രായപരിധി വരെ ഉള്ളവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത നോക്കുക. ഇനി അധ്യാപകരുടെ ആണെങ്കിൽ നോക്കിയേ, LPST, UPST, HSST അല്ലെ? ഈ 3 തസ്തികളിലെയും മുൻ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ മാത്രമേ എക്സാം എഴുതാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 44 വയസ്സ് വരെയുള്ളവർക്ക് എന്താണ്? നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് വിജ്ഞാപനങ്ങൾ വരുമ്പോൾ 44 വയസ്സ് വരെ LPST ആണെങ്കിലും UPST ആണെങ്കിലും HSST ആണെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പം ഇനി ഒട്ടും താമസിക്കേണ്ട, ഈ പ്രായപരിധി മാറിയ സ്ഥിതിക്ക് 36 വയസ്സ് കഴിഞ്ഞവര് അല്ലെ, നിങ്ങൾ ഇനി പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന 15 ലക്ഷത്തോളം ആളുകളും
ഒട്ടും താമസിക്കേണ്ട. ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വീണ്ടെടുത്തിട്ട് കൃത്യമായിട്ട് ഏത് നോട്ടിഫിക്കേഷനാണ് അയക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കുക. അതിൻ്റെ എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സുകൾ മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും ഞങ്ങൾ തരുന്നതായിരിക്കും. നല്ല മികച്ച ഒരു ജോലി നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായത്തിനും മാസ്റ്റർ കീ അക്കാഡമി ഉണ്ടായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.